എല്ലാവർക്കും മോളിവുഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. OTT പ്ലാറ്റ്ഫോമിൽ റിലീസ് ചെയ്തതും റിലീസ് ചെയ്യാൻ പോകുന്നതുമായ മൂവികളെക്കുറിച്ചാണ് ഞാൻ ഈ വീഡിയോയിൽ പങ്കുവയ്ക്കുന്നത്. ഇതുപോലുള്ള വീഡിയോസ് നിങ്ങളിലേക്ക് എത്തുന്നതിന് നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ അമർത്താൻ മറക്കരുത്. ആദ്യത്തെ മൂവി സുഖമാണോ സുഖമാണ്. മാത്യു തോമസ്, ദേവിക സഞ്ജയ് എന്നിവരാണ് ഇതിൽ പ്രധാന കഥാപാത്രങ്ങളായി. അരുൺലാൽ രാമചന്ദ്രൻ സംവിധാനം ചെയ്ത ഒരു ലൈറ്റ് ഫാൻറ്റസി ഡ്രാമയിൽപ്പെടുത്താവുന്ന ഒരു മൂവിയാണ് സുഖമാണോ സുഖമാണ്. 2026 ഫെബ്രുവരി 13 റിലീസ് ചെയ്ത ഈ മൂവി തിയേറ്ററിൽ പരാജയമായിരുന്നു. സമൂഹത്തിൽ നിന്നും ഒറ്റപ്പെട്ട് കഴിയുന്ന ഒരു യുവാവിന് അസാധാരണമായ ഒരു കഴിവ് കിട്ടുന്നു. ഇതാണ് സിനിമയുടെ പ്രമേയം. ജഗദീഷും ഇതിൽ പ്രധാന വേഷത്തിലെത്തുന്നു. മനോരമ മാക്സിലോ അല്ലെങ്കിൽ ആമസോൺ പ്രൈം വീഡിയോസിലൂടെ അടുത്ത മാസം ഫസ്റ്റ് വീക്കിലോ അല്ലെങ്കിൽ വിഷുവിനോടനുബന്ധിച്ചോ റിലീസ് ഉണ്ടാകുമെന്ന അൺഒഫീഷ്യൽ റിപ്പോർട്ടുകളുണ്ട്. അടുത്തൊരു ഇംഗ്ലീഷ് മൂവിയാണ് ഫൈവ് നൈറ്റ്സ് അറ്റ് ഫ്രെഡീസ് 2. ഫൈവ് നൈറ്റ്സ് അറ്റ് ഫ്രെഡീസ് എന്ന ഹൊറർ ചിത്രത്തിന്റെ രണ്ടാം ഭാഗമാണിത്. ഏപ്രിൽ 5 മുതൽ പീകോക്ക് ഹബിലൂടെയും ജിയോ ഹോട്ട്സ്റ്റാറിലൂടെയും OTTയിൽ സ്ട്രീമിംഗ് ആരംഭിക്കും. അടുത്തൊരു മലയാളം മൂവിയാണ് സൂപ്പർ ജെമിനി. അനൂപ് പുരുഷോത്ത് തിരക്കഥ എഴുതി സംവിധാനം ചെയ്ത് മീനാക്ഷി, അനൂപ്, ഇന്ദ്രൻസ് എന്നിവർ പ്രധാന വേഷങ്ങളിലെത്തിയ ഒരു ഫാമിലി ത്രില്ലർ മൂവിയാണ് സൂപ്പർ ജെമിനി. മനോരമ മാക്സ് ആണ് ഈ മൂവിയുടെ OTT റൈറ്റ്സ് നേടിയിരിക്കുന്നത്. അടുത്ത ആഴ്ച സ്ട്രീമിംഗ് ആരംഭിക്കുമെന്നുള്ള അൺഒഫീഷ്യൽ റിപ്പോർട്ടുകളുണ്ട്. അടുത്തൊരു ഇംഗ്ലീഷ് മൂവിയാണ് റിട്ടേൺ ടു ദ ജുറാസിക്. ലാൻഡ്സ്കേപ്പ് പ്ലേയിലൂടെ ഹിന്ദി, തമിഴ്, തെലുങ്ക് ഭാഷകളിൽ മാർച്ച് 27 മുതൽ OTTയിൽ സ്ട്രീമിംഗ് ആരംഭിക്കും. അടുത്തൊരു മലയാളം മൂവിയാണ് ആശകൾ 1000. സിനിമയ്ക്ക് തിയേറ്ററിൽ നിന്നും സമ്മിശ്ര പ്രതികരണമാണ് ലഭിച്ചത്. സിനിമയുടെ ആദ്യ പകുതി നല്ല രസകരമായ രീതിയിലും രണ്ടാം പകുതി വൈകാരികത നിറഞ്ഞതുമാണെന്നാണ് പ്രേക്ഷക പ്രതികരണം. ഗോകുലം ഗോപാല നിർമ്മിച്ച് ജയറാം, കാളിദാസ് ജയറാം, ആശാ ശരത് എന്നിവരെ കേന്ദ്ര കഥാപാത്രങ്ങളാക്കി ജി പ്രജിത്ത് സംവിധാനം ചെയ്തൊരു ഫാമിലി ഫീൽ ഗുഡ് മൂവിയാണ് ആശകൾ 1000. C5 ആണ് മൂവിയുടെ OTT റൈറ്റ്സ് നേടിയിരിക്കുന്നത്. മലയാളം കൂടാതെ തമിഴ്, തെലുങ്ക് ഭാഷകളിൽ മാർച്ച് 27 മുതൽ OTTയിൽ സ്ട്രീമിംഗ് ആരംഭിക്കുമെന്നുള്ള അൺഒഫീഷ്യൽ റിപ്പോർട്ടുകളുണ്ട്. അടുത്തൊരു തെലുങ്ക് മൂവിയാണ് വിഷ്ണു വിന്യാസം. ജ്യോതിഷത്തെക്കുറിച്ചാണ് ഈ സിനിമയിൽ ചർച്ച ചെയ്യുന്നത്. റൊമാൻറ്റിക് കോമഡി എന്റർടൈൻമെന്റായ വിഷ്ണു വിന്യാസത്തിൽ ശ്രീ വിഷ്ണു, നയൻ, സാരിക എന്നിവരാണ് പ്രധാന വേഷങ്ങളിലെത്തുന്നത്. ഒരു യുവാവിന്റെ പ്രണയത്തിന്റെയും അദ്ദേഹത്തിന്റെ ജീവിതത്തിലെ ജ്യോതിഷത്തിന്റെ അമിത പ്രാധാന്യമാണ് ഈ സിനിമയുടെ പ്രമേയം. ആമസോൺ പ്രൈം വീഡിയോസിലൂടെ തെലുങ്ക്, മലയാളം, തമിഴ്, കന്നഡ, ഹിന്ദി എന്നീ ഭാഷകളിൽ OTTയിൽ സ്ട്രീമിംഗ് ആരംഭിച്ചിരിക്കുകയാണ്. അടുത്തൊരു തമിഴ് മൂവിയാണ് ശബ്ദം. അരിവഴകൻ സംവിധാനം ചെയ്ത് ആദി പിനിസെട്ടിയും ലക്ഷ്മി മേനോനും പ്രധാന വേഷങ്ങളിലെത്തിയ ഒരു ഹൊറർ ത്രില്ലർ ചിത്രമാണ് ശബ്ദം. ഈ സിനിമയുടെ പേര് പോലെ തന്നെ ശബ്ദങ്ങളോടെ ഭയപ്പെടുന്ന രീതിയിലാണ് ഈ സിനിമ നിർമ്മിച്ചിരിക്കുന്നത്. C5ലൂടെ OTTയിൽ സ്ട്രീമിംഗ് ആരംഭിച്ചിരിക്കുകയാണ്. അടുത്ത മൂവി ചന്ദ്രനും പോലീസും. 2024 റിലീസ് ചെയ്തൊരു കോമഡി ത്രില്ലർ ചിത്രമാണ് ചന്ദ്രനും പോലീസും. M പ്രസാദ് നിർമ്മിച്ച് ശ്രീജി ബാലകൃഷ്ണൻ സംവിധാനം ചെയ്ത് അനൂപ് കൃഷ്ണൻ, മധു വിഭാഗർ എന്നിവർ പ്രധാന വേഷങ്ങളിലെത്തിയ ഒരു കോമഡി ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ വിഭാഗത്തിൽപ്പെടുത്താവുന്ന ഒരു മൂവിയാണ് ചന്ദ്രനും പോലീസും. ഒരു സാധാരണ വ്യക്തിയായ ചന്ദ്രനും ഒരു പോലീസ് ഉദ്യോഗസ്ഥനും തമ്മിലുള്ള ബന്ധം നല്ല രസകരമായ രീതിയിൽ ചിത്രീകരിച്ചിരിക്കുന്നതാണ് സിനിമയുടെ പ്രമേയം. മനോരമ മാക്സ് ഈ മൂവിയുടെ കമ്മിങ് സൂൺ പോസ്റ്റർ പുറത്തുവിട്ടിട്ടുണ്ട്. നെക്സ്റ്റ് വീക്ക് OTTയിൽ സ്ട്രീമിംഗ് ആരംഭിക്കുമെന്നുള്ള റിപ്പോർട്ടുകളുണ്ട്. അമീർ ഖാനെ നായകനാക്കി 2025 റിലീസ് ചെയ്ത മൂവിയാണ് സിത്താരെ സമീൻ പർ. ഈ മൂവി ഇപ്പോൾ യൂട്യൂബിൽ ലഭ്യമാണെങ്കിലും OTT പ്ലാറ്റ്ഫോമുകൾക്ക് നൽകില്ലെന്നാണ് അമീർ ഖാൻ പ്രസ്താവിച്ചിരുന്നത്. എന്നാൽ ഇതിപ്പോൾ സോണി ലീവ് ആണ് ഈ മൂവിയുടെ OTT അവകാശങ്ങൾ നേടിയിരിക്കുന്നത്. അമീർ ഖാനൊപ്പം ജെനീലിയ ഡിസൂസയും പ്രധാന വേഷത്തിലെത്തുന്ന ഈ മൂവി ഏപ്രിൽ 3 മുതൽ സോണി ലീവിലൂടെ OTTയിൽ സ്ട്രീമിംഗ് ആരംഭിക്കും. അടുത്തതൊരു മലയാളം മൂവിയാണ് വലതുവശത്തെ കള്ളൻ. ജീത്തു ജോസഫിന്റെ സംവിധാനത്തിൽ ജോർജ് ജോർജ്, ബിജു മേനോൻ എന്നിവർ പ്രധാന വേഷങ്ങളിലെത്തിയ ഒരു ക്രൈം ത്രില്ലർ സിനിമയാണ് വലതുവശത്തെ കള്ളൻ. ലെന, ലിയോണ, ലിഷോയി, ഇർഷാദ് അലി എന്നിവരും ഇതിൽ പ്രധാന വേഷങ്ങളിലെത്തുന്നു. ബിജു മേനോന്റെയും ജോർജ് ജോർജിന്റെയും അസാധ്യ പ്രകടനം ഈ സിനിമയിൽ എടുത്തു പറയേണ്ടതാണ്. ഒരാൾ കുറ്റവാളിയും ക്രിമിനലുമായി മാറുന്നതിൽ രക്ഷാകർത്താക്കളുടെ സ്വാധീനം എന്താണ് എന്നുള്ളതാണ് ഈ സിനിമയുടെ പ്രമേയം. തിയേറ്ററിൽ പരാജയപ്പെട്ട ഈ മൂവിയുടെ OTT റൈറ്റ്സ് സ്വന്തമാക്കിയിരിക്കുന്നത് മനോരമ മാക്സ് ആണ്. മാർച്ച് മാസം 27 മുതൽ ഈ മൂവി OTTയിൽ സ്ട്രീമിംഗ് ആരംഭിക്കും. അടുത്ത മലയാളം മൂവി ആശാൻ. ജോൺ പോൾ ജോർജ് സംവിധാനം ചെയ്ത് ഇന്ദ്രൻസ് പ്രധാന വേഷത്തിലെത്തിയ കോമഡി ഡ്രാമ ഫിലിമാണ് ആശാൻ. ഇന്ദ്രൻസിനെ കൂടാതെ ജോമോൻ ജ്യോതിർ, മദൻ ഗൗരി, ടോബി തിലകൻ എന്നിവരും ഇതിൽ പ്രധാന വേഷങ്ങളിലെത്തുന്നു. സിനിമയെ വളരെയധികം ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയുടെയും അദ്ദേഹത്തിന് ചുറ്റുമുള്ളവരുടെയും കഥയാണ് ഈ സിനിമയുടെ പ്രമേയം. ആമസോൺ പ്രൈം വീഡിയോസ് ഈ മൂവിയുടെ OTT റൈറ്റ്സ് നേടിയെന്നുള്ള റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. മാർച്ച് 27 മുതൽ OTTയിൽ സ്ട്രീമിംഗ് ആരംഭിക്കുമെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. അടുത്ത മലയാളം മൂവി മസ്തിഷ്ക മരണം. കൃഷാന്ത് രചനയും സംവിധാനവും ചെയ്ത് രജിഷ വിജയൻ, മണിയമ്പള രാജു, ജഗദീഷ്, സുരേഷ് കൃഷ്ണ, ദിവ്യപ്രഭ, വിഷ്ണു അഗസ്ത്യ തുടങ്ങിയവർ ഇതിൽ പ്രധാന വേഷങ്ങളിലെത്തുന്നു. സയൻസ് ഫിക്ഷൻ, ക്രൈം ത്രില്ലർ, ആക്ഷേപഹാസ്യം, കോർട്ട് ഡ്രാമ എന്നിങ്ങനെയെല്ലാം ചേർന്നുള്ള ഒരു വേറിട്ട ശൈലിയിലാണ് ഈ സിനിമ നിർമ്മിച്ചിരിക്കുന്നത്. നെറ്റ്ഫ്ലിക്സ് ആണ് ഈ മൂവിയുടെ OTT റൈറ്റ്സ് നേടിയിരിക്കുന്നത്. ഈ ആഴ്ച അല്ലെങ്കിൽ അടുത്ത ആഴ്ച പാൻ ഇന്ത്യൻ ഭാഷകളിൽ OTTയിൽ സ്ട്രീമിംഗ് ആരംഭിക്കുമെന്നുള്ള അൺഒഫീഷ്യൽ റിപ്പോർട്ടുകളുണ്ട്. അടുത്തൊരു വെബ് സീരീസ് ആണ് ഡെയർ ഡെവിൾ ബോൺ അഗെയിൻ. ഒരു അപകടത്തിൽ കുട്ടിക്കാലത്ത് കാഴ്ച നഷ്ടപ്പെട്ടു എങ്കിലും മറ്റിന്ദ്രിയങ്ങൾ അസാധാരണമായ രീതിയിൽ ഉപയോഗിക്കുന്ന ഒരു വക്കീൽ രാത്രിയിൽ ഡെയർ ഡെവിളായും പകൽ വക്കീലായും കുറ്റവാളികളെ നേരിടുന്നതാണ് സിനിമയുടെ പ്രധാന പ്രമേയം. ഈ സീരീസിന്റെ ആദ്യ സീസൺ 2025 മാർച്ച് മാസം റിലീസായി. ഇപ്പോഴത്തെ ജിയോ ഹോട്ട്സ്റ്റാറിലൂടെ ഈ സീരീസിന്റെ രണ്ടാം സീസൺ ഇംഗ്ലീഷ്, ഹിന്ദി, തമിഴ്, തെലുങ്ക് ഭാഷകളിൽ OTTയിൽ സ്ട്രീമിംഗ് ആരംഭിച്ചിരിക്കുകയാണ്. അടുത്ത മൂവി അവതാർ ഫയർ ആൻഡ് ആഷ്. അവതാർ പരമ്പരയിലെ 3ാം ഭാഗമാണ് അവതാർ ഫയർ ആൻഡ് ആഷ്. ഒരു ഫാന്റസി എപ്പിക് സയൻസ് ഫിക്ഷൻ ആക്ഷൻ അഡ്വഞ്ചർ മൂവിയാണ് അവതാർ ഫയർ ആൻഡ് ആഷ്. ഇന്ത്യയിൽ ഈ മൂവിയുടെ OTT റൈറ്റ്സ് നേടിയിരിക്കുന്നത് ജിയോ ഹോട്ട്സ്റ്റാറും ഇന്റർനാഷണലി ഡിസ്നി പ്ലസുമാണ്.
മാർച്ച് മാസം 31 മുതൽ OTT-യിൽ സ്ട്രീമിംഗ് ആരംഭിക്കുമെന്നുള്ള അൺഒഫീഷ്യൽ റിപ്പോർട്ടുകളുണ്ട്. അടുത്തൊരു ഇംഗ്ലീഷ് മൂവിയാണ് സീറ്റ. ഒരു സ്പൈ ത്രില്ലർ സിനിമയാണ് സീറ്റ. സീറ്റ എന്ന കേന്ദ്ര കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നത് മരിയോ കസാസ് ആണ്. ആമസോൺ പ്രൈം വീഡിയോസിലൂടെ OTT-യിൽ സ്ട്രീമിംഗ് ആരംഭിച്ചിരിക്കുകയാണ്. അടുത്തൊരു തമിഴ് വെബ് സീരീസ് ആണ് ദൂൾപെറ്റ് പോലീസ് സ്റ്റേഷൻ. അശ്വിൻ കുമാറാണ് ഇതിൽ നായകനെത്തുന്നത്. ഒരു ഇൻവെസ്റ്റിഗേറ്റീവ് ത്രില്ലർ ഗണത്തിൽപ്പെടുത്താവുന്ന സീരീസ് ആണ് ദൂൾപെറ്റ് പോലീസ് സ്റ്റേഷൻ. ഇത് ഈ സീരീസിന്റെ ഫൈനൽ എപ്പിസോഡാണ്. ആഹ OTT പ്ലാറ്റ്ഫോം വഴി മാർച്ച് 27 മുതൽ OTT-യിൽ സ്ട്രീമിംഗ് ആരംഭിക്കും. അടുത്തൊരു ഇംഗ്ലീഷ് മൂവിയാണ് പിസ മൂവി. ഒരു ഹൊറർ കോമഡി ചിത്രമാണ് പിസ മൂവി. സ്ട്രേഞ്ചർ തിങ്സ് താരം ഗേറ്റിൻ മാട്രാസോ ആണ് ഇതിൽ പ്രധാന വേഷത്തിലെത്തുന്നത്. ഹുലു OTT പ്ലാറ്റ്ഫോം വഴി ഏപ്രിൽ 3 മുതൽ ഈ മൂവി OTT-യിൽ സ്ട്രീമിംഗ് ആരംഭിക്കും. അടുത്തൊരു തമിഴ് മൂവിയാണ് മായാബിംബം. KJ സുരേന്ദ്രന്റെ സംവിധാനത്തിൽ ആകാശ് പ്രഭു, ജാനകി, ഹരിരുദ്രൻ എന്നിവർ പ്രധാന വേഷങ്ങളിലെത്തിയ ഒരു റൊമാൻറ്റിക് ഡ്രാമ മൂവിയാണ് മായാബിംബം. സിനിമയുടെ ക്ലൈമാക്സ് പ്രേക്ഷകരെ അമ്പരപ്പിക്കുന്ന രീതിയിലാണ് ഒരുക്കിയിരിക്കുന്നത്. സൺനെക്സ്റ്റ് ആണ് ഈ മൂവിയുടെ OTT റൈറ്റ്സ് നേടിയിരിക്കുന്നത്. മാർച്ച് 27 മുതൽ ഈ മൂവി OTT-യിൽ സ്ട്രീമിംഗ് ആരംഭിക്കും. അടുത്തൊരു തെലുങ്ക് മൂവിയാണ് സമ്പ്രദായനി സുപ്പിനി സുദ്ധാ പൂസാനി. തെലുങ്കിലെ പ്രമുഖ താരങ്ങളായ ശിവജി ലയ എന്നിവരാണ് ഇതിൽ പ്രധാന വേഷങ്ങളെത്തുന്നത്. ഈ സിനിമ ഒരു ക്രൈം കോമഡി ത്രില്ലറാണ്. അവിചാരിതമായി ഉണ്ടാകുന്ന ഒരു പ്രശ്നത്തിൽ അകപ്പെടുന്നതും അതുമൂലമുണ്ടാകുന്ന രസകരമായ സംഭവങ്ങളുമാണ് സിനിമയുടെ ഇതിവൃത്തം. പ്രേക്ഷകരിൽ നിന്നും സിനിമയ്ക്ക് സമ്മിശ്ര പ്രതികരണമാണ് ലഭിച്ചത്. ETV ആണ് ഈ മൂവിയുടെ OTT റൈറ്റ്സ് നേടിയിരിക്കുന്നത്. മാർച്ച് 26 മുതൽ ഈ മൂവി OTT-യിൽ സ്ട്രീമിംഗ് ആരംഭിക്കും. അടുത്തൊരു മലയാളം വെബ് സീരീസ് ആണ് ബ്ലൈൻഡ് ഫോൾട്ട്. പുഴു ഉണ്ട എന്നീ ചിത്രങ്ങളുടെ തിരക്കഥ എഴുതിയ ഹർഷാദാണ് ഈ സീരീസിന്റെ രചന നിർവഹിച്ചിരിക്കുന്നത്. ലുക്മാൻ ഔറാൻ, അർജുൻ രാധാകൃഷ്ണൻ, ലിജോ മോൾ ജോസ് എന്നിവർ പ്രധാന വേഷങ്ങളിലെത്തിയ ഈ സീരീസ് സംവിധാനം ചെയ്തിരിക്കുന്നത് അൻസാറുള്ളയാണ്. സോണി ലീവിലൂടെയായിരിക്കും ഈ സീരീസ് സ്ട്രീമിംഗ് ആരംഭിക്കുക. അടുത്തൊരു മലയാളം വെബ് സീരീസ് ആണ് കിടിലം പാറു. മനോരമ മാക്സ് ആണ് ഈ സീരീസിന്റെ കമ്മിങ് സൂൺ പോസ്റ്റർ പുറത്തുവിട്ടിരിക്കുന്നത്. ഈ ആഴ്ച അല്ലെങ്കിൽ അടുത്ത ആഴ്ചയോടെ മനോരമ മാക്സിൽ സ്ട്രീമിംഗ് ആരംഭിക്കുമെന്ന് പ്രതീക്ഷിക്കാം. ഒരു തമിഴ് മൂവിയാണ് തായ് കിഴവി. നവാഗതനായ ശിവകുമാർ മുരുകേശിന്റെ സംവിധാനത്തിൽ രാധിക, മുനിഷ്കാന്ത്, സിംഗപുലി, ബാല ശരവണൻ തുടങ്ങിയവർ പ്രധാന വേഷങ്ങളിലെത്തിയ ഒരു കോമഡി ഡ്രാമ ഫിലിമാണ് തായ് കിഴവി. സ്ത്രീകളുടെ സാമ്പത്തിക സ്വാതന്ത്ര്യത്തിന്റെയും കരുത്തിന്റെയും ആവശ്യകത സിനിമ ചർച്ച ചെയ്യുന്നതോടൊപ്പം പണത്തോടുള്ള ത്യാഗത്തെ പരിഹസിക്കുന്നതും ചർച്ച ചെയ്യുന്നു. ധീരതയും തന്റേടിയുമായ ഒരു വൃദ്ധയെ കേന്ദ്രീകരിച്ചാണ് സിനിമ നീങ്ങുന്നത്. സ്വന്തം മക്കൾക്കും ഗ്രാമവാസികൾക്കും അസ്വസ്ഥതയും പേടിയും ഉണ്ടാകുന്ന സ്വഭാവമാണ് വൃദ്ധയുടേത്. ജിയോ ഹോട്ട്സ്റ്റാർ ആണ് ഈ മൂവിയുടെ OTT റൈറ്റ്സ് നേടിയിരിക്കുന്നത്. മാർച്ച് 26 മുതൽ OTT-യിൽ സ്ട്രീമിംഗ് ആരംഭിക്കുമെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. അടുത്തതൊരു മലയാളം മൂവിയാണ് വിലായത്ത് ബുദ്ധ. ജയൻ നമ്പ്യാരുടെ സംവിധാനത്തിൽ പൃഥ്വിരാജ് സുകുമാരൻ, ഷമ്മി തിലകൻ എന്നിവർ പ്രധാന വേഷങ്ങളിലെത്തിയ ആക്ഷൻ ഡ്രാമ ഫിലിമാണ് വിലായത്ത് ബുദ്ധ. മറയൂരിലെ ചന്ദനക്കാടുകളാണ് സിനിമയുടെ പശ്ചാത്തലം. ലോകത്തിലെ തന്നെ ഏറ്റവും നല്ല ഇനം ചന്ദനമരമായ വിലായത്ത് ബുദ്ധ എന്ന ചന്ദനമരത്തെ ചൊല്ലിയുള്ള തർക്കമാണ് ഈ സിനിമയുടെ പ്രമേയം. പൃഥ്വിരാജിന്റെയും ഷമ്മി തിലകന്റെയും പ്രകടനം എടുത്തു പറയേണ്ടതാണെങ്കിലും സിനിമ തിയേറ്ററിൽ പരാജയമായിരുന്നു. ജിയോ ഹോട്ട്സ്റ്റാർ ആണ് ഈ മൂവിയുടെ OTT റൈറ്റ്സ് നേടിയിരിക്കുന്നത്. ഈ വരുന്ന വിഷുവിനോടനുബന്ധിച്ച് റിലീസ് ഉണ്ടാകുമെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ഒരു ഹിന്ദി മൂവിയാണ് മർദാനി 3. റാണി മുഖർജി കേന്ദ്ര കഥാപാത്രമായി പോലീസ് വേഷത്തിലെത്തിയ ഒരു ആക്ഷൻ ത്രില്ലർ മൂവിയാണ് മർദാനി 3. ഇതിൽ റാണി മുഖർജിയെ കൂടാതെ മല്ലിക പ്രസാദും പ്രധാന വേഷത്തിലെത്തുന്നു. അഭിരാജ് മിനാവാല സംവിധാനം ചെയ്ത ഈ മൂവി ആദിത്യ ചോപ്രയുടെ യാഷ്രാജ് ഫിലിംസ് ആണ് നിർമ്മിച്ചത്. കുട്ടികൾക്കും സ്ത്രീകൾക്കും എതിരെയുള്ള അതിക്രമങ്ങൾക്കെതിരെയുള്ള പോരാട്ടമാണ് ഈ സിനിമയുടെ പ്രമേയം. 2026 ജനുവരി 30 റിലീസ് ചെയ്ത ഈ മൂവിയുടെ OTT റൈറ്റ്സ് നേടിയിരിക്കുന്നത് നെറ്റ്ഫ്ലിക്സ് ആണ്. മാർച്ച് 27 മുതൽ ഈ മൂവി OTT-യിൽ സ്ട്രീമിംഗ് ആരംഭിക്കും. അടുത്തൊരു ഹിന്ദി മൂവിയാണ് ആംഗോം കി ഗുസ്താഖിയാൻ. സന്തോഷ് സിംഗ് സംവിധാനം ചെയ്ത് വിക്രാന്ത് മാസി, ഷനായ കപൂർ, സൈൻ ഖാൻ ദുറാനി എന്നിവർ പ്രധാന വേഷങ്ങളിലെത്തിയ റൊമാൻറ്റിക് മ്യൂസിക്കൽ ഡ്രാമ ഫിലിമാണ് ആംഗോം കി ഗുസ്താഖിയാൻ. അന്തരായവരുടെ ലോകത്ത് സംഗീതവും പ്രണയവും ഈ സിനിമയിൽ മനോഹരമായി ദൃശ്യവൽക്കരിക്കാൻ ശ്രമിക്കുന്നു. C5 OTT-യിൽ സ്ട്രീമിംഗ് ആരംഭിച്ചിരിക്കുകയാണ്. ഇതൊരു തമിഴ് വെബ് സീരീസ് ആണ് കാട്ടാൻ. നാഷണൽ അവാർഡ് നേടിയ മണികണ്ഠൻ, B. അജിത് കുമാർ എന്നിവർ ചേർന്നാണ് ഈ സിനിമ സംവിധാനം ചെയ്തിരിക്കുന്നത്. വിജയ് സേതുപതി കേന്ദ്ര കഥാപാത്രമെത്തുന്ന ഈ സീരീസിൽ മിലിന്ദ് സോമൻ, സുദേവ് നായർ എന്നിവരും ഇതിൽ പ്രധാന വേഷങ്ങളിലെത്തുന്നു. കാട്ടാൻ എന്ന വ്യക്തിയെ കാണാതാവുന്നതും അതിനെപ്പറ്റിയുള്ള നിഗൂഢതകളുമാണ് ഈ സീരീസിന്റെ പ്രമേയം. ഒരു ആക്ഷൻ ക്രൈം ത്രില്ലർ ചിത്രമായ ഈ സീരീസ് തമിഴ്, മലയാളം, തെലുങ്ക്, കന്നഡ, ഹിന്ദി എന്നീ ഭാഷകളിൽ മാർച്ച് 27 മുതൽ ജിയോ ഹോട്ട്സ്റ്റാറിലൂടെ OTT-യിൽ സ്ട്രീമിംഗ് ആരംഭിക്കും. അടുത്തൊരു തമിഴ് മൂവിയാണ് അഗസ്ത്യ ഏഞ്ചൽസ് വേഴ്സസ് ഡെവിൾ. അജയ് തിരക്കഥ എഴുതി സംവിധാനം ചെയ്ത് ജീവ, അർജുൻ സർജ, രാശി ഖന്ന എന്നിവർ പ്രധാന വേഷങ്ങളിലെത്തിയ ഒരു ഹൊറർ ആക്ഷൻ ത്രില്ലർ ചിത്രമാണ് അഗസ്ത്യ ഏഞ്ചൽസ് വേഴ്സസ് ഡെവിൾ. കലാസംവിധായകനായ വ്യക്തിയും അദ്ദേഹത്തിന്റെ വധുവും ഒരു പ്രേതഭവനത്തിൽ ചെന്നപ്പെടുന്നതും അതുമൂലം അവർ നേരിടേണ്ടി വരുന്ന പ്രശ്നങ്ങളുമാണ് ഈ സിനിമയുടെ പ്രമേയം. ബോക്സ് ഓഫീസിൽ വൻ വിജയം നേടിയ സിനിമയുടെ OTT റൈറ്റ്സ് നേടിയിരിക്കുന്നത് സൺനെക്സ്റ്റും ആമസോൺ പ്രൈം വീഡിയോസുമാണ്. തമിഴ്, തെലുങ്ക്, ഹിന്ദി ഭാഷകളിൽ മാർച്ച് 28 മുതൽ OTT-യിൽ സ്ട്രീമിംഗ് ആരംഭിക്കും.